എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശനിയാഴ്ചകളിലുമുള്ള അപ്ലൈൻ ടോക്സ് എന്ന് പറയുന്ന ഒരു സീരീസ്, അതില് മിക്കവാറും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇന്ന് വളരെയധികം കാലിക പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനതൊരു പവർ പോയിന്റ് പ്രസന്റേഷന്റെ സപ്പോർട്ടോടുകൂടി സംസാരിക്കാം. പക്ഷെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഏറ്റവും അടുത്ത കാലത്ത് ഒരു വലിയ ഡിസ്റപ്ഷൻ നടന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ആഗോള വ്യാപകമായിട്ട് IT കമ്പനികളുടെ മുഴുവൻ ഷെയർ വാല്യൂ താഴേക്കിടിഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും IT പ്രൊഫഷണൽസിന്റെ ജോലികൾ മുഴുവൻ വളരെ സിമ്പിൾ ആയിട്ട് ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു AI വികസിപ്പിച്ചെടുത്ത, ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സാധനം വികസിപ്പിച്ചെടുത്ത കുറച്ച് ബട്ടണുകൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക്, സാധാരണഗതിയിൽ IT കമ്പനിയിലെ ആളുകൾ ഇരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ചെയ്യേണ്ട പല വർക്കുകളും വളരെ വളരെ ഈസി ആയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ ടാസ്ക് മുഴുവൻ AI കംപ്ലീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള കുറെ അധികം ജോലികൾക്ക് ഡിസ്റപ്ഷൻ സംഭവിക്കും. അപ്പൊ അത് ആ ഒരു ഭയത്താൽ അപ്പൊ IT കമ്പനികൾക്ക് കിട്ടുന്ന ഹ്യൂജ് ഓർഡറും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ കുറവ് വരും എന്നുള്ളത് കൊണ്ട് ആ കമ്പനികളുടെ ഒക്കെ ഷെയർ വാല്യൂ താഴേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും അതിന്റെ ഭാവിയെ കുറിച്ചും ഉള്ള വിവിധ ആളുകളുമായിട്ടുള്ള ചർച്ചകളും ഇന്റർവ്യൂസും വളരെയധികം വീക്ഷിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളും ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, മിക്കവാറും പേര് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഞാൻ മിക്കവാറും അപ്ഡേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഫേസ്ബുക്കിലാണ്. അവിടെ പുതിയ പിള്ളേരുടെ തള്ളിക്കലില്ല. പഴയ ആൾക്കാരും കുറച്ച് ആൾക്കാരും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുമാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് കിട്ടുന്ന അപ്ഡേഷൻസ് മുഴുവൻ ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അവൈലബിൾ ആക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്റെ ടീമിലെ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വളരെയധികം നിങ്ങൾക്ക് ഫ്രീ വേർഷൻ തന്നെ വളരെയധികം കേപ്പബിലിറ്റി ഉള്ള, നിങ്ങൾക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കാര്യം, ഇപ്പൊ ജമൈനി പോലത്തെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിനോട് നിങ്ങൾ സംസാരിച്ചാൽ അത് അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിക്കും, അത് കൃത്യമായിട്ട് നമുക്ക് വേണ്ട ആൻസറുകൾ തരും. ഹ്യൂജ് ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ആൻസറുകളാണ് വരിക. അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനും കോംപ്രിഹെൻഡ് ചെയ്യാനും ഓർമ്മിക്കാനും പറ്റുന്ന കാര്യങ്ങളെക്കാൾ ഇതുവരെ നടന്ന വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള സകല സീരിയസ് ആയിട്ടുള്ള ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള, ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് തരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് വളരെയധികം ഇമ്പാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിന് ഭയമല്ല വേണ്ടത് എന്ന് പറയില്ലേ നമ്മൾ സാധാരണ, ഭയമല്ല വേണ്ടത് കരുതലാണെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യം തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നോക്കൂ, കമ്പ്യൂട്ടർ വന്ന സമയത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? നിങ്ങൾക്കൊക്കെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, ഭയങ്കര സമരങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കമ്പ്യൂട്ടർ വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും പേടിച്ചിട്ട് ഇതൊക്കെ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തും, നമ്മൾ അതായിട്ടില്ല, കമ്പ്യൂട്ടർ വരാൻ സമയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം എത്രയോ ജോലികൾ വന്നു. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, പല ആളുകൾക്കും വെബ്സൈറ്റുകൾ അറിയില്ല, അപ്പൊ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. അതിനുശേഷം നമ്മൾ ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ വന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും അതനുസരിച്ചിട്ടുള്ള ജോലികൾ സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. ഒരു 10 വർഷം മുമ്പ് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഈ അടുത്ത കാലത്ത് യൂട്യൂബേഴ്സ് വീട്ടിലേക്കുള്ള എന്തും നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ട് പണം ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. അപ്പൊ ഏത് മാറ്റങ്ങളും സ്വാഭാവികമായിട്ട് നമുക്ക് തരുന്നത് അവസരങ്ങൾ മാത്രമാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി, വലുതായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട, വളരെ ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സമയത്തുള്ള നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ മാറ്റങ്ങളെ നമ്മൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ബിസിനസ്സാണ് നമ്മുടേത്. അപ്പൊ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ വിപ്ലവാത്മകരമായ മാറ്റം വരുത്തുന്നത് എവിടെയാണ്? നമ്മൾ ആളുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. നോക്കൂ, പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രപരമായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓരോ കാലഘട്ടത്തിലെയും റിസഷൻ സൈക്കിളുകളെ, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കുന്ന സൈക്കിളുകളെയും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് നെട്ടനെ വളർന്നിട്ടുള്ള ഒരു വ്യവസായമാണ്. ഒരിക്കലും അത് താഴേക്ക് വന്നിട്ടില്ല. എന്നാണോ മനുഷ്യ രാശി
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മാർക്കറ്റിംഗിലെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനുശേഷം പുറകോട്ട് പോക്കുണ്ടായിട്ടില്ല. കാരണം സാമ്പത്തിക മാന്ദ്യമുള്ള സമയങ്ങളിൽ അത് പരമാവധി ആളുകളെ ഉൾക്കൊള്ളും. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ കൊറോണ കാലം നോക്കൂ, കൊറോണ കാലത്ത് ഒന്നും ഇല്ലാതെ ആളുകൾ വീട്ടിലിരുന്ന സമയത്ത് കുതിച്ചുയരലായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും, ഈ രണ്ട് ബിസിനസ്സാണ് ഇന്ത്യയിൽ കുതിച്ചുയർന്നത്. എന്താ കാരണം? കൂടുതൽ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ വരുമാനത്തിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നോക്കും. കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ബിസിനസ് വലുതായി. ഇനി റിസഷൻ ഇല്ലാതെ നല്ല രീതിയിൽ ആളുകൾക്ക് പണമുള്ള സമയമാണെങ്കിലും പണം എല്ലാവരുടെയും പോക്കറ്റിലെത്തിയാൽ അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങും. അവർക്ക് അഫോർഡബിലിറ്റി കൂടുമ്പോൾ കൂടുതലായിട്ട് വെൽനസ് ഉൽപ്പന്നങ്ങൾ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൂടും. അപ്പോൾ ഏത് കാലഘട്ടത്തിലും സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്താണെങ്കിലും സാമ്പത്തിക മാന്ദ്യം ഇല്ലാത്ത സമയത്താണെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിനെ റിസഷൻ പ്രൂഫ് എന്ന് പറയുന്നത്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ വാച്ച് നമുക്കറിയാം അല്ലെ, വെള്ളത്തിൽ വീണാലും വെള്ളം കയറില്ല. അതുപോലെ ഒരിക്കലും സാമ്പത്തിക മാന്ദ്യം ബാധിക്കാത്ത ഒരു ഇൻഡസ്ട്രി ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാറി എന്നുള്ള കാര്യം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും കൊറോണ സമയത്തുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏത് സാമ്പത്തിക മാന്ദ്യത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് ഈ പറയുന്ന നമ്മൾ കണ്ടെത്തിയ മനുഷ്യരാശിക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറുന്ന ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അപ്പോ അത് മനസ്സിൽ നിന്ന് പിടിച്ചേക്കണം. ഞാൻ പറയുന്നതൊന്ന് മനസ്സിൽ കരുതണം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അപ്പൊ റിസഷൻ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പുതിയതായി ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബിസിനസ് മോഡലില് നമ്മളാകെ കമ്മ്യൂണിക്കേഷൻ മാത്രം, മറ്റുള്ളവരുമായിട്ട് ആശയം പ്രചരിപ്പിക്കുകയാണ് അല്ലെ. നമ്മൾ ആളുകളുമായിട്ട് ആശയ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ഈ ആശയപ്രചരണം നടത്താനായിട്ട് ഓരോ കാലഘട്ടം കഴിയുന്തോറും വരുന്ന മാറ്റങ്ങൾ നമുക്ക് എപ്പോഴും സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊറോണ കാലം വന്നപ്പോഴാണ് നമ്മൾ ഈ സൂമിലേക്ക് കയറിയത്. അതുവരെ ഒരിക്കലും സൂം. അപ്പൊ കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ടെക്നോളജി ഇങ്ങോട്ട് വന്നു. അതായത് ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞ് മാത്രം നമ്മൾ സൂമിൽ ഇരിക്കേണ്ടതായിരുന്നു അല്ലെ, കൊറോണ ഇല്ലായിരുന്നെങ്കിൽ. ഇപ്പോ കൊറോണ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സൂമിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും എന്റെ വീടിന്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ടാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളുടെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾ ഇരുന്ന് നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുകയാണ്. അപ്പൊ ആശയപ്രചരണം പണ്ടത്തെക്കാൾ സ്പീഡിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ടെക്നോളജിയിലെ ഓരോ കുതിച്ചുചാട്ടവും കസ്റ്റമറിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ്. ഇതാണ് അടിവരയിട്ട് നിങ്ങളുടെ ആരെങ്കിലും പേനയും കടലാസും ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ഫ്രെയിമിൽ എനിക്ക് 50 പേരെ വരെ കാണാം. അങ്ങനത്തെ ഒരു ലാപ്ടോപ്പില് അത്തരം സെറ്റിംഗിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അറ്റ് എ ടൈം എനിക്ക് ഒരു 50 പേരെ കാണാം. അപ്പൊ ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ, എനിക്ക് ക്ലിക്ക് ചെയ്ത് ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ കൊറോണ പോയെങ്കിലും സൂം നിലനിന്നു എന്നർത്ഥം. കൊറോണ വന്നു പോയി, പക്ഷെ സൂം പോയില്ല, കൊറോണയുടെ ഒപ്പം പോയില്ല, അത് ബാക്കി നിന്നു. വാട്സപ്പ് ഇനി ഒരിക്കലും ഇല്ലാതാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും വളരെയധികം സ്പീഡിലാണ് പുരോഗമിക്കുന്നത്. അത് നമുക്ക് ഗുണമാണ്. കാരണം ആശയവിനിമയത്തെ വിപ്ലവാത്മകരമായ മാറ്റം, വിസ്ഫോടനാത്മകമായ രീതിയിൽ മാറ്റുകയാണ് ഈ ടെക്നോളജി വരുമ്പോൾ. സാങ്കേതികത ഇമ്പ്രൂവ് ആവും തോറും നമ്മുടെ ആളുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി വളരെ കൂടും. മാത്രമല്ല, പണ്ട് നമ്മൾ തന്നെ പോയി പടം വരച്ച് നമ്മൾ തന്നെ പ്ലാൻ മനസ്സിലാക്കി നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളൊരു മോട്ടിവേഷണൽ സ്പീക്കറും ഒരു വാഗ്മിയും നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വേണമായിരുന്നു അല്ലെ. നമ്മൾ തന്നെ മാറണമായിരുന്നു. ഇപ്പൊ സ്കില്ലുകൾ ഒരുപാട് ഒരാൾക്ക് വേണമായിരുന്നു. ഇന്നിപ്പോ ഒരു സ്കില്ലും വേണ്ട. ഇന്ന് കണക്ട് ചെയ്ത് ആളുകളെ പഠിപ്പിക്കാനായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു കൊടുത്തു. നമ്മുടെ ഇമോഷനും നമ്മുടെ കണക്ടിവിറ്റിയും നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കണക്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി പണി മുഴുവൻ ആരെടുക്കും? ബാക്കി പണി മുഴുവൻ എടുക്കുന്നത് എന്താണ്? ടെക്നോളജിയാണ്. അപ്പൊ നമുക്ക് സംസാരിക്കാറിയേണ്ട വിനോദ് നമ്പൂതിരിയുടെ വീഡിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിനോദ് നമ്പൂരി തന്നിട്ടുള്ള റൈറ്റപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് വെറുതെ കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം കിട്ടി. അതിൽ വിനോദ് നമ്പൂതിരിയുടെ നമ്പറും മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നമ്പറും വെച്ച് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒറ്റ ക്ലിക്കിൽ എത്താവുന്ന രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ ഇതാണ് പ്രൈമാ ഫേസിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതായത് ഒരു AI വന്ന ഉടനെ തന്നെ എല്ലാം റീപ്ലേസ്ഡ് ആവും എന്നുള്ളതല്ല. AI വന്നാൽ കുറെ കാര്യങ്ങൾ റീപ്ലേസ്ഡ് ആവും. എങ്ങനത്തെ കാര്യങ്ങൾ റീപ്ലേസ്ഡ് ആവാന്ന് ആദ്യം മനസ്സിലാക്കിക്കോളൂ. AI വന്ന ഗതികേടുകൊണ്ട് മാത്രം ഏതെങ്കിലും ജോലിയിൽ ഇരുന്ന് നിരങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് ഇനി അവിടെ ഒന്നും തുടരാൻ പറ്റില്ല. അതിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആയിട്ട് AI പെർഫോം ചെയ്യും. അപ്പൊ എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? നമുക്ക് പാഷൻ ഉള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മൾ വൈകാരികമായിട്ട് തീവ്രമായിട്ട് നമുക്ക് പാഷൻ ഉള്ള സ്ഥലങ്ങളിൽ അത് പ്രൊഫഷൻ ആക്കി എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം AI എന്ന് പറയുന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. ടാസ്ക് മാറുന്നില്ല. ഒരു ടാസ്ക് നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ മനസ്സിൽ പിടിച്ച ഒരു കാര്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ ഒരു ആക്ടിവിറ്റിയിലെ ഒരു ടൂള് മാത്രമാണ് AI കൊണ്ട് നമ്മൾ മാറ്റുന്നത്. അപ്പൊ AI എന്ന് പറയുന്ന ടൂളിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പാഷൻ ആയിട്ടുള്ള ഓരോ മേഖലയിലും അതിനെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ,
ഇതിപ്പോ ഞാൻ ഒരു PPT തയ്യാറാക്കിയിട്ടുണ്ട്. ഈ PPT തയ്യാറാക്കിയത് AI ടൂൾ വഴിയാണ്. എൻറ്റയർ PPT ഞാൻ തയ്യാറാക്കാനായിട്ട് എനിക്ക് എടുത്തത് 6 മിനിറ്റാണ്. അതായത് ഇതിലെ ചിത്രങ്ങൾ ഉണ്ടാക്കിയത് ഞാനാണ്, ഇതിലെ PPTയുടെ സെന്റൻസുകൾ ഉണ്ടാക്കിയത് AI ആണ്, ചിത്രങ്ങൾ ഉണ്ടാക്കിയത് AI ആണ്, സകല സാധനങ്ങൾ. അപ്പൊ അത് എന്റെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതേസമയം ആശയങ്ങൾ ആരാ തന്നത്? ആശയം ഞാനാണ്, എന്റെ ആശയങ്ങളാണ്. പക്ഷെ അതിനെ ഒരു PPT ആക്കി മാറ്റി നിങ്ങളുടെ എന്റെ ടീമിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ജെമൈനി 3 എന്ന് പറയുന്ന AI ടൂളാണ്. അതിലെ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും അതിന്റെ സ്ട്രക്ചറാണ്. ചില കാര്യങ്ങളിൽ ഞാൻ ചിലപ്പോൾ ChatGPT ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ജെമൈനി. ഈ രണ്ടുമാണ് ഞാൻ മാറി മാറി ഉപയോഗിക്കാറുള്ളത്. ഈ രണ്ടും ഞാൻ പെയ്ഡ് വെർഷൻ എടുത്തിരിക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം, ഒരു വീഡിയോ ഇട്ട് കൊടുത്താൽ ആ വീഡിയോ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് 2 മിനിറ്റിനുള്ളിൽ എനിക്ക് പറഞ്ഞു തരും. 2 മിനിറ്റിനുള്ളിൽ അതിന്റെ ജിസ്റ്റ് കിട്ടും. ആ ലിങ്ക് അയച്ചു കൊടുത്താൽ, ലിങ്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതെന്തായി പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് എന്താണ് വാലിഡ് പോയിന്റ്സ് എന്താണ്, അല്ലെങ്കിൽ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു. അപ്പൊ എന്താ ഗുണം? ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ എനിക്കൊരു 10 വീഡിയോ ഇട്ട് കൊടുത്താൽ എനിക്ക് അരമണിക്കൂറിനുള്ളിൽ ആ വീഡിയോയുടെ മുഴുവൻ സംഗ്രഹങ്ങൾ എനിക്ക് മുഴുവൻ കിട്ടുന്നത്. സോ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങൾ. അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഗുണകരമായ മാറ്റങ്ങളാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 8-10 സ്ലൈഡിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ജസ്റ്റ് ഒന്ന് എൻ്റെ ഒപ്പം ഇരിക്കൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ബൈജു സാറേ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാനും ഇത് കാണാനും കഴിയുന്നുണ്ടോ? യെസ് സർ, കാണുന്നുണ്ട് സർ. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? അതെ അതെ. നോക്കൂ, ഇതിനകത്ത് ഞാൻ തന്നെ എന്റെ ഒരു കാരിക്കേച്ചർ വരച്ചതാണ് ഈ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഞാനൊരു കാരിക്കേച്ചർ വരച്ചതാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് IMC കാണാം, ന്യൂ ലൈഫ് കമ്മ്യൂൺ കാണാം, അംബാസഡർ എന്നുള്ള എന്റെ റാങ്ക് കാണാം, ഞാൻ ഇരിക്കുന്നത് കാണാം, ചിരിക്കുന്നത് കാണാം, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് മുഴുവൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ എംബ്രേസിംഗ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ കണക്ഷൻ എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും AIയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. നിങ്ങൾക്ക് കാണാം, ഇതിപ്പോ നമ്മുടെ ഹ്യൂമൻ ഹാൻഡും ഒരു മനുഷ്യന്റെ കരങ്ങളും ഒരു ടെക്നോളജിയുടെ കരങ്ങളും കൂട്ടിച്ചേർക്കുന്ന ഒരു നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ഫ്യൂഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു റിലേഷൻഷിപ്പ് ഹൈടെക്കും ഹൈ ടച്ചും എന്ന് ഞാൻ പറയപ്പെടും. ഹൈടെക് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്, ഹൈ ടച്ച് എന്ന് പറഞ്ഞ ഹ്യൂമൻ ടച്ച്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും. സത്യത്തിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇനി ഒരു ഹൈബ്രിഡ് മോഡലാണ്. ഹ്യൂമന്റെ ടച്ചും വേണം, ടെക്നോളജിയുടെ കണക്ഷൻ വേണം. അപ്പൊ ഹ്യൂമൻ ടച്ചും ടെക്നോളജിയും, ഹൈ ടച്ച് ആൻഡ് ഹൈടെക് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ഓഫ് വർക്ക്? AI ഈസ് റാപ്പിഡ്ലി റീപ്ലേസിംഗ് ട്രഡീഷണൽ ജോബ്സ് ഗ്ലോബലി. ലോകവ്യാപകമായിട്ട് വെറും ഒരു സാധാരണ രീതിയിൽ വെറുതെ കുത്തിയിരുന്ന എന്തെങ്കിലും കാശ് മേടിക്കുന്ന എന്തു പണിയുണ്ടെങ്കിലും അതിനെ AI ഉടനെ മാറ്റും. അത്തരത്തിലുള്ള ആളുകളെ സഹിക്കുന്നതിനേക്കാൾ നല്ലത് 24x7 24x7 നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന AI ആയിരിക്കും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. യാതൊരു സംശയമില്ല. ഇപ്പൊ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. വെറും പണികൾ മാത്രം, ഒരു ഓണർഷിപ്പും ഇല്ലാതെ ഏതെങ്കിലും വണ്ടി കയറിയിരുന്ന് വെറുതെ ചടഞ്ഞിരുന്നുകൊണ്ട് കാശ് മേടിക്കുന്ന കാലം ഒക്കെ ഉടനെ അസ്തമിക്കും. അതിപ്പോ ഈ വരുന്ന മാസങ്ങൾ കൊണ്ട് തന്നെ തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഒരു പ്ലാൻ ബി എന്ന് പറയുന്നത് ലോകവ്യാപകമായ ആളുകൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രസക്തി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഭീഷണിയല്ല, ഇപ്പൊ ഭീഷണിയാകുന്ന ജോലിക്കാർക്ക് മുഴുവൻ ഒരു വലിയ തുരുത്തായി മാറും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ജോബ് സെക്യൂരിറ്റി ഇതിനൊരു പണിയായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, മറിച്ച്
ഇത് നിങ്ങൾക്ക് ഒരു ജീവിത രീതിയായിട്ട് കാണുകയും ആ ജീവിത രീതിയുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും വെറും സാധാരണക്കാർക്ക് പോലും ഏതൊരാൾക്കും വേണമെങ്കിലും വാങ്ങൽ പ്രക്രിയയെ ഒന്ന് ഇതിലൂടെ കടത്തിവിടുന്ന ഒരൊറ്റ ചെറിയൊരു പണി മാത്രം ചെയ്തുകൊണ്ട്, അതിനൊരു മൊബൈൽ ഫോൺ തന്നെ ധാരാളം മതി. അതിലേക്ക് ആളുകളെ കണക്ട് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനുമുള്ള വെറും മിനിമം ടെക്നോളജി മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ടെക്നോളജിയുടെ സഹായം കൊണ്ട്, അല്ലെങ്കിൽ AI സഹായം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള സാധനം മലയാളത്തിൽ കൊടുക്കാനും, മലയാളത്തിൽ വരുന്നതിന് ഇംഗ്ലീഷിലാക്കി കൊടുക്കാനും, അല്ലെങ്കിൽ ഏത് ഭാഷയിലേക്ക് ആക്കി കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം പണ്ടത്തെക്കാൾ വളരെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കേണ്ട, എഴുത്തും വായനയും പഠിക്കാൻ നിൽക്കേണ്ട, ഒന്നും വേണ്ട. വെറും ലിപ് മൂവ്മെന്റ് വഴി അല്ലെങ്കിൽ വെറും സംസാരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ മറ്റുള്ള ലോകവ്യാപകമായിട്ട് നടക്കാൻ പോകുന്ന ഒരു വലിയ ജോബ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ജോബ് മെന്റാലിറ്റി ഷിഫ്റ്റിംഗ് അടിത്തറ വരെ ഇളകുന്ന രീതിയിൽ, അതായത് വെറും സാധാരണ മാത്രം മാറ്റങ്ങളല്ല വരാൻ പോകുന്നത്, അടിസ്ഥാനപരമായിട്ട് ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതികളും ആളുകളെ ജോലിയിലേക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന രീതി പോലും മാറ്റം വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളൂ. അല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും കാണാതെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ഒരു ക്ലിക്കിൽ ആളുകൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള മാർക്കുകൾ മേടിച്ച് എന്തെങ്കിലുമൊക്കെ ഡിഗ്രികളൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ കേപ്പബിലിറ്റിയിലാണ് ഇനിയുള്ള കാലത്ത് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ്, വർക്കിന്റെ അല്ലെങ്കിൽ ജോലികൾ നിർവഹിക്കപ്പെടുന്നതിന്റെ രീതികൾ മുഴുവൻ മാറി മറിയാൻ പോവുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും പണ്ടത്തെ പോലെ ചാക്കി കെട്ടി നടക്കുകയോ വളവളാന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് നടക്കുകയോ ഒരു ടെക്നോളജിയും അറിയാതെ, ഒരു മൊബൈൽ പോലും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയാതെ നിങ്ങൾ മാറിയാൽ നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം അപ്ലൈനോ ഡൗൺലൈനോ ഉണ്ടാകാതെ പോവും. നിങ്ങൾ ട്രഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളിലും ചെയ്ത് മിടുക്കന്മാരായിരിക്കും, പക്ഷെ നിങ്ങൾ അതും കൊണ്ട് നടന്നാൽ നിങ്ങൾ പഴയ കാലത്തെ ശിലായുഗക്കാരനെ പോലെ പിന്തള്ളപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ടെക്നോളജിയെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രം മതി, അല്ലാതെ വേറെ ഒരു സൊഫിസ്റ്റിക്കേഷനും ഇല്ല. നിങ്ങളുടെ ഒരു മൊബൈൽ കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുകയും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് കാണാം ഈ പ്ലാൻ ബിയിലേക്ക് നടന്നെടുക്കുന്നത്. ഇപ്പൊ ഇതൊരു പഴയ ഡെസ്കും ബെഞ്ചുമാണ്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റർ കാണാം, ഇവിടെ ഫോൺ കാണാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫയലുകൾ കാണാം. ഈ ഒരു മോഡലിൽ നിന്ന് നമ്മൾ മാറുകയാണ്. ഒരു പുതിയ ഒരു പ്ലാൻ ബി, ലോകം മുഴുവൻ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഒരു ലോകത്ത് നിന്ന് ഒരാള് പുറത്തേക്ക് നടക്കുന്ന, ഒരു പുതിയ ലോകത്തേക്ക് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അത്തരത്തിലൊരു മാറ്റം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ പുഷ്ടാവും. നിങ്ങളെ വലിച്ചഴക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ സ്വന്തമായി തന്നെ അതിനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വണ്ടി നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള വണ്ടിയുടെ അടിയിൽ പോയി കിടന്നാൽ ആ തിരുവനന്തപുരത്തേക്ക് പോണ വണ്ടി തന്നെ നിങ്ങളുടെ മേത്തേക്ക് കയറി നിങ്ങൾ മരിച്ചു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്തേക്കുള്ള റോട്ടിൽ നിങ്ങൾ വെറുതെ ചടഞ്ഞിരുന്നാൽ തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി തന്നെ കയറി നിങ്ങൾ മരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ടത്, മാറി നിന്ന് തിരുവനന്തപുരത്തേക്ക് പോണ വണ്ടിയിലേക്ക് ചാടി കയറുകയാണ് വേണ്ടത്. ഇഴഞ്ഞു പോകുന്നതിന് പകരം നിങ്ങൾക്ക് കാലുകൾ ഇല്ലെങ്കിൽ പോലും ഇത്തരം വണ്ടികളിൽ ചാടി കയറിയാൽ ആ വണ്ടിയുടെ ഒപ്പം സഞ്ചരിക്കാവുന്നുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പലരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയൊരു അവസരമാണ്. വളരെ പെട്ടെന്ന് തന്നെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. ടെക്നോളജി വളരെ ഗുണം ചെയ്തു. അതാണ് വണ്ടി എന്ന് പറയുന്നത്. ഇത്തരം വണ്ടിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് പോകുമ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ചടഞ്ഞിരുന്നാൽ നിങ്ങൾ ആ വണ്ടി തന്നെ കയറി മരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വളരെ ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ ബാക്കിയാവും, അല്ലെങ്കിൽ പലരും ദിനോസറിനെ പോലെ ഇല്ലാതാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന വെൽനസ് റെവല്യൂഷൻ എന്താണത്? കാലാകാലത്തുള്ള ഇപ്പൊ കൊറോണ വന്നപ്പോ തന്നെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? കൊറോണ വന്നപ്പോ നമ്മൾ മനസ്സിലായത് എന്താ? ആളുകള് പ്രായമായവർ അതുകൊണ്ടല്ല മരിക്കുന്നത്, രോഗം കൊണ്ടല്ല മരിക്കുന്നത്, രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് മരിച്ചത്, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മരിച്ചത്. പല യുവാക്കളും മരണപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. എന്റെയൊക്കെ റിലേറ്റീവ്സ് 100 വയസ്സ് കഴിഞ്ഞ റിലേറ്റീവ് വരെ സുഖമായിട്ട് ജീവിക്കണ്ടായിരുന്നു. അപ്പോഴും ഇപ്പോഴും ഉണ്ട്. 109, 110 വയസ്സുമായിട്ട് ഇരിപ്പുണ്ട്. അതായത് ഈ കൊറോണയൊക്കെ അവർ അതിജീവിച്ചു. എന്തായിരിക്കും കാരണം? അപ്പൊ ന്യൂട്രീഷണൽ ഗ്യാപ്സ് ഫില്ല് ചെയ്ത ആൾക്കാര്, രോഗപ്രതിരോധ ശേഷിക്ക് മരുന്നുകളല്ല, അതിന് വേണ്ടത് എന്താണ്? പോഷകാഹാരങ്ങളാണ്. എന്താ കാരണം? ഹ്യൂമൻ ബോഡി മാറുന്നില്ല. എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒന്നും മാറാൻ പോകുന്നില്ല. മാത്രമല്ല ഈ എളുപ്പ വഴിയിലാവും കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇരുന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡെവലപ്പ് ചെയ്യും. അവർ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നും മൊബൈൽ ഫോണിന് മുമ്പിൽ ഇരുന്നും ചടഞ്ഞിരുന്നും അവര് തടിച്ച് കൊഴുത്തും വീർത്തും എക്സസൈസ് ഇല്ലാതെയും കണ്ണി കണ്ടത് എടുത്ത് തിന്നും ഈ പറയുന്ന സ്ക്രീനിൽ നോക്കിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചും ഒക്കെ അവര് ധാരാളം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഇതിന്റെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വെൽനെസ്സിലാണ്. ആരോഗ്യം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് മരുന്നുകളല്ല, ഡോക്ടർമാരല്ല, മരുന്ന് പൊതിഞ്ഞു കൊടുക്കുന്നവരല്ല. മറിച്ച് നിങ്ങളുടെ ആരോഗ്യം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആഹാരമാണ്, പോഷകാഹാരങ്ങളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ
കാർബോഹൈഡ്രേറ്റ്സും വെള്ളവും കൂടാതെ ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ആണ്. ഇതിന്റെ ഗ്യാപ്പ് എല്ലാ കാലത്തും ഉണ്ടാവും. അതിന്റെ ഡിമാൻഡ് കൂടുകയല്ലാതെ കുറയില്ല. അതിനെക്കുറിച്ചുള്ള അവബോധം ഈ കൊറോണ കാലത്ത് തന്നെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ ഇത് അവബോധത്തിലേക്ക് ടെക്നോളജി ഉപയോഗിച്ച് കൊണ്ടുവന്ന് അതിന്റെ സൊല്യൂഷൻ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരാൻ പറ്റും. IMCയെ സംബന്ധിച്ചിടത്തോളം തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്ന പോലെ വെൽനസ് റെവല്യൂഷൻ ആണ് നടക്കുന്നത് വേൾഡ് വൈഡ്. വെൽനസിനെ കുറിച്ചുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂഡ് ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ ഒരു കൊറോണ സൃഷ്ടിച്ച അവബോധം ചെറുതല്ല. ആ കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മൾ എന്ത് സംസാരിച്ച ആളുകൾ ഒന്ന് ശ്രദ്ധിക്കും. നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയാമെങ്കിൽ, കൃത്യമായിട്ട് കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെക്കാൻ പറ്റുമെങ്കിൽ, ന്യൂട്രീഷണൽ ഗ്യാപ്പും അതിന്റെ ഇമ്പാക്റ്റും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ 100% ആളുകൾ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ AI എന്ന് പറയുന്നതിന് ഹെൽത്തോ ഇമ്മ്യൂണിറ്റിയോ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യം 5000 വർഷങ്ങളോളം പഴക്കമുള്ള നമ്മുടെ ആയുർവേദം എന്ന് പറയുന്ന നമ്മുടെ സമ്പത്ത്, അത് ലോകത്തിന് മുന്നിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ വെൽനസിന്റെ റെവല്യൂഷനൊപ്പം തന്നെ ലോക്കൽ ആയിട്ടുള്ള ആയുർവേദത്തിന്റെ ഇമ്പാക്ട്, അതായത് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ഹബ്ബാണ്. ആയുർവേദത്തിനെ പറ്റി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള സ്ഥലമാണ്. അതിലൊരു 100 പേര് സാധനങ്ങൾ വാങ്ങിയാൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. ആ 100 പേരുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പണ്ടത്തെ ആൾക്കാരെക്കാൾ എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് 100 പേരുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ, 1000 പേരുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വർഷങ്ങൾ എടുക്കുമെങ്കിൽ ഇന്ന് ദിവസങ്ങൾ മതി എന്ന് ആലോചിക്കുക. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, 10 മാസം കൊണ്ട് നമ്മുടെ ടീം എന്ന് പറയുന്നത് 3000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഓർഗനൈസേഷൻ ആണ്. ന്യൂ ലൈഫ് കമ്മ്യൂൺ മാത്രം 3000-ൽ ചില്ലാൻ ആളുകളുള്ള ഒരു ഓർഗനൈസേഷനായി മാറി വെറും 10 മാസം കൊണ്ട്. 10 മാസം 300 ദിവസം കൊണ്ട് 3000-ൽ പരം ആളുകൾ ഇന്ന് മെമ്പേഴ്സ് ആണ് നമുക്ക്. എന്തുകൊണ്ട് സംഭവിച്ചു? ടെക്നോളജി പ്ലസ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന എക്സ്ട്രാക്റ്റുകളുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ. അപ്പൊ വളരെ താല്പര്യത്തോടു കൂടി നിലനിൽക്കുന്ന കസ്റ്റമേഴ്സിനെയും വളരെ താല്പര്യത്തോടുകൂടി നിലനിൽക്കുന്ന പ്രവർത്തകരെയും സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ഇത് സാധിച്ചു. എന്ത് വെൽനസിന്റെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും ഗുണങ്ങൾ നമുക്ക് സാധിച്ചു എന്നുള്ള മനസ്സിലാക്കാം. IMCയുടെ ഒക്കെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും വരുന്ന കാലങ്ങളിൽ. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? വെൽനസ് വരുന്ന ഒരു ഫാമിലി, പ്രായമുള്ള ആൾക്കാർ, അവരുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹാപ്പിയാണ്. അപ്പൊ പാരന്റ്സ്, അവരുടെ കുട്ടികൾ, 3 ജനറേഷനെ നിങ്ങൾക്ക് കാണാം. അതിന്റെ ചുറ്റും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംഗതി നിങ്ങൾക്ക് കാണാം. പ്രകൃതിയുടെ ഒരു മടിത്തട്ടില് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് തുളസി കാണാം, ഈ പറയുന്ന ഹെർബുകൾ കാണാം, സൂര്യപ്രകാശം കാണാം. വളരെ സന്തോഷത്തോടുകൂടി ദീർഘായുസോടുകൂടി ഇരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര AI വന്നാലും മനുഷ്യനുമായിട്ടുള്ള കണക്ഷനിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. മനുഷ്യനോടുള്ള കൂടാനുള്ള താല്പര്യം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ടെക്നോളജി വളരെ സ്മാർട്ടാണ്, പക്ഷെ വിശ്വാസ്യത, അതുപോലെ എമ്പതി തുടങ്ങിയ കാര്യങ്ങള് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ കൂടുമ്പോഴേ നടക്കാറുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അപ്പൊ മനുഷ്യൻ എപ്പോഴും ടെക്നോളജി കൂടി അവസാനം ഒറ്റയ്ക്ക് തുരുത്തായി കഴിയുമ്പോൾ ബോറടിച്ച് ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കാനുള്ള ആഗ്രഹം കൂടി വരും, പണ്ടത്തെക്കാൾ കൂടി വരും. കാര്യം ഇതെല്ലാവരും അവരവരെ മൊബൈൽ ഫോണിൽ നോക്കുന്നതിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഫാമിലിയിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 മുറികളിലായിട്ട്. ആർക്കും ബോറടിയില്ല, പരസ്പരം സംസാരിക്കുമ്പോഴേ ബോറടിയുള്ളൂ. അവരുടെ ലോകത്താണ് മൊബൈലിൽ ഇരുന്നുകൊണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കുറഞ്ഞു വരുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ചിരിക്കാനുള്ള ഒരു വലിയ ടെൻഡൻസി ഉണ്ടാവും. അത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ വളർത്തും. അപ്പൊ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിശ്വാസമുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് നിൽക്കുക. അല്ലാതെ കണക്കുകളല്ല മനുഷ്യരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, വിശ്വാസമാണ് കണക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ അൽഗോരിതംസ് അല്ല, മനുഷ്യനുമായിട്ടുള്ള കണക്ഷന് ഒരിക്കലും മരണമില്ല. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റും മുമ്പോട്ട് പോകും. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? വെൽനസ് മുന്നോട്ട് പോകാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു. മനുഷ്യ ശരീരം മാറുന്നില്ല, അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ എന്നും ഡിമാൻഡ് ഉള്ളതായിരിക്കും. നമ്മളെ സംബന്ധിച്ചുള്ള എത്ര AI കടന്നു വന്നാലും വെൽനസും ഈ പറയുന്ന ആയുർവേദത്തിനും മരണമില്ല. മനുഷ്യ ശരീരം മാറാത്തടത്തോളം കാലം യാതൊരു തരത്തിലും നമുക്ക് പേടിക്കാനില്ല. എത്ര ടെക്നോളജി വന്നാലും ടെക്നോളജി നമ്മളെ സഹായിക്കുകയുള്ളൂ. ഇവിടെ മറ്റൊന്നുകൂടി പറഞ്ഞു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സും വളരാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ്? മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും അതെന്നും വളരെ പ്രാധാന്യമുള്ളത് തന്നെയായിരിക്കും. ഒരു മെഷീനുമായിട്ട് സംസാരിക്കാൻ അല്ല ആളുകൾക്ക് താല്പര്യം. ഒരു മനുഷ്യനുമായിട്ട് ഇരുന്ന് വർത്താനം പറയാനും, ചായ കുടിക്കാനും, കെട്ടിപ്പിടിക്കാനും, ചുംബിക്കാനും, ഒരുമിച്ചിരിക്കാനും, ഊഷ്മളമായിട്ടുള്ള കൈകൾ പിടിക്കുമ്പോൾ കൈകളിലുള്ള ഊഷ്മളത പരസ്പരം കൈമാറാനും ഒക്കെ എപ്പോഴും ത്രോബ് ചെയ്യുന്ന ഒരു ജനതയാണ്, ഒരു സ്പീഷീസ് ആണ് നമ്മൾ. കണ്ടില്ല, ഒരു പ്രായമുള്ള ആള് അയാളിൽ നിന്ന് ചെറുപ്പക്കാരനിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടൈമോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രശ്നമല്ല. ഹ്യൂമൻ ഇമോഷൻ നിങ്ങൾ നോക്കുക, അവർ തമ്മിൽ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അവർ തമ്മിൽ ഒരു ട്രസ്റ്റിന്റെ, ഒരു ബോണ്ടിങ്ങിന്റെ ഒരു വലിയ സാധ്യതയുണ്ട്. അതിന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവരെ സഹായിക്കുന്നുണ്ടാവും. അതൊക്കെ അവരെ സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി
ആ ഒരു ഹസ്തദാനം നടത്തി കണ്ണുകളിൽ കാണുന്ന ആ ഒരു ട്രസ്റ്റിലാണ് ബിസിനസിന്റെ ത്രോബിംഗ് എന്ന് മനസ്സിലാക്കുക. അതിന് യാതൊരു തരത്തിലും മരണമില്ല. മറ്റൊന്ന്, നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളും കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസം 2025 ഫെബ്രുവരിയിൽ വന്നത് ഇന്നും ആക്റ്റീവാണ്. എത്രയും പെട്ടെന്ന് ആ ലിസ്റ്റുകൾ പുറത്തു വരുന്നുണ്ടാവും. ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ നമ്മളുണ്ടാവും. പതുക്കെ പതുക്കെ മറ്റുള്ള ലിസ്റ്റുകൾ ഉണ്ടാവും. ആദ്യം കംപ്ലീറ്റ് ചെയ്ത കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. IMC പോലുള്ള ഒരു കൃത്യമായിട്ടുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒരു തരത്തിലും ആ ഒരു എന്താ പറയുക വെയിറ്റ്സ് ആൻഡ് മെഷർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നം വരില്ല. തൂക്കം അളവ് നോക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള കമ്പനികളെക്കാൾ വിലക്കുറവിന് ഏറ്റവും മികച്ച രീതിയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എക്സ്ട്രാക്റ്റുകൾ വളരെ കുറച്ച് സമയം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന സ്വന്തം ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തൊക്കെയാണോ നമ്മൾ അന്തർദേശീയ തലത്തിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എങ്ങനെ വേണമോ അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് കോപ്പി ചെയ്ത് ഒരു ഇന്ത്യൻ കമ്പനിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കമ്പനിക്കും അർഹതയില്ലാത്ത തരത്തിൽ നമ്മൾ മുമ്പിലാണ്. അടുത്ത കമ്പനി നമ്മുടെ 7 അയലക്കത്ത് പോലും മറ്റൊരു കമ്പനി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മണി ചെയിൻസും സ്കാമുകളും വൈപ്പ് ഔട്ട് ചെയ്യാവുന്ന എല്ലാ നിയമങ്ങളും നിലവിലുണ്ട്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഓൺലി എത്തിക്കൽ ലീഗൽ കമ്പനീസ് ലൈക്ക് IMC വിൽ ഡോമിനേറ്റ് ദ മാർക്കറ്റ്. മാർക്കറ്റ് നമ്മളൊരു പുതിയ ഈറയിലേക്ക് കടന്നു വരുമ്പോൾ ഈക്വൽ ആയിട്ട് ആളുകൾക്ക് ഒരേ ഓപ്പർച്യൂണിറ്റിയോടുകൂടി നമ്മൾ ആ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സമയത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാൾ വളരെ മുമ്പിലാണ്. നമുക്ക് വലിയ ഒരു മാർക്കറ്റ് ഷെയർ എടുക്കാൻ പാകത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റിലുണ്ട്. ഒരു വേൾഡ് റൂളറിന്റെ പോലെ, അതായത് രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു കമ്പനി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് നെഞ്ചു വിരിച്ച് തറവാടി കമ്പനി തന്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. തറവാടി കമ്പനിയുടെ ഭാഗമായിട്ട് തന്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന തറവാടികളെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ തരത്തിലുള്ള നിങ്ങൾക്ക് ഇന്ത്യ കാണാം, ഇന്ത്യയുടെ കേരളയുടെ മാപ്പ് കാണാം. അതിനകത്ത് ആ ഒരു ഷീൽഡ് ഗോൾഡൻ ഇയർ ഓഫ് ട്രസ്റ്റ് ആൻഡ് എത്തിക്സ് ആണ് നമ്മുടെ 2025 മുതൽ 2030 വരെയുള്ള ഈ 5 വർഷക്കാലം എക്സ്പ്ലോസീവ് ഗ്രോത്തിന്റെ കാലമാണ്. പ്രത്യേകിച്ച് IMC പോലെ ഒരു തുടക്കമിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. അവർക്ക് കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുകൊണ്ട് അവർക്ക് മാറ്റിവരയ്ക്കാൻ പറ്റും. ഇപ്പോഴത്തെ പഴയ വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവബോധമുള്ള ഒരു ജനതയോടാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെയധികം മെച്ചുവർ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് വൃത്തിയായിട്ട് അറിയാൻ കഴിയുന്ന, നല്ലതും ചീത്ത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പണി അറിയാവുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ ഇതിലേക്ക് കടന്നു വരികയും വരുന്ന കാലങ്ങളിൽ വളരെ സ്വാഭാവികമായി തന്നെ ലീഡേഴ്സിന്റെ ഒഴുക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നോക്കൂ, വളരെ ഓർഡിനറി ആയിട്ടുള്ള ടെക്നോളജി ഒന്നും അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയാത്ത എത്രയോ ആളുകളാണ് നമ്മുടെ റൂറൽ ഗ്രാമങ്ങളിലുള്ളത്, അല്ലെ? നമ്മുടെ ഗ്രാമമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര ടെക്നോളജിയെ കുറിച്ച് സംസാരിച്ചാൽ, ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു വില്ലേജ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ 700 ചില കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെല്ലാം കൂടി 700 ചില കിലോമീറ്റർ ഉള്ളൂ. 9 മണിക്കൂർ കൊണ്ട് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താവുന്ന രീതിയിൽ റോഡുകൾ വികസിക്കുകയാണ്. ആ റോഡിലൂടെ മാത്രം നമുക്ക് 9 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു കൊച്ചു കേരളമല്ല പക്ഷെ പുറത്തുള്ളത്. ഒരു ഇന്ത്യയില് 75% ജനങ്ങൾക്ക് 25,000 രൂപയാണ് പരമാവധി വരുമാനമുള്ളത്. ഇപ്പോൾ മനസ്സിലാക്കണം. അപ്പോ 25,000 രൂപയുടെ അത്രയും മാത്രം വരുമാനമുള്ള 75% ജനങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമല്ല. ഇവിടെ എന്താ ഗുണം? ഇപ്പൊ വലിയൊരു ടെക്നോളജി വരുന്നു, ഒരുപാട് പേരുടെ ജോലികൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ വരുന്നു. നാട്ടില് എത്രയോ ആളുകൾ 35, 40, 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. അവരൊന്നും പുതിയ ജോലികൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അവർക്ക് ഡിഗ്രി ഉണ്ടാവണമെന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല. പല ബിസിനസ്സുകളും ഇല്ലാണ്ടാവും, പല ജോലികളും ഇല്ലാണ്ടാവും, രീതികൾ മുഴുവൻ മാറുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു അത്താണിയായി മാറാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്ന് നെറ്റ്വർക്ക് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് നെറ്റ്വർക്ക് ഇല്ലാതായി മാറുന്നത്? വെറും മൊബൈലിലുള്ള സ്കില്ല് മാത്രം വെച്ചുകൊണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്, പഠിക്കാൻ സമയത്ത് പഠിക്കും. 4 കുത്തു കുത്തിയാൽ മതി അപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഏത് അപ്പാപ്പന് 4 കുത്തു കുത്തി പൈസ കിട്ടുമെങ്കിൽ 4 കുത്തു കുത്തിയാൽ മതി. 4 തവണ കുത്തിയാൽ ഈ സാധനം അങ്ങ് പൊക്കോളും ചേട്ടാ എന്ന് പറഞ്ഞാൽ അവർ പൊക്കോളും. പടം നോക്കി കുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ പടം നോക്കി കുത്തും. അപ്പൊ മിനിമം മൊബൈൽ സ്കില്ല് വെച്ച് ആർക്കും ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടുതലാവാൻ പോവുകയാണ് ടെക്നോളജി വന്നതോടുകൂടി. അപ്പൊ ഒരു ഡിഗ്രിയും വേണ്ട, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പരാമർശങ്ങളില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ കാലം നിങ്ങൾ എന്തായിരുന്നു എന്ന് ആരും ചോദിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ആരുടെ മകനായി ജനിച്ചു, നിങ്ങൾ എവിടെ ജനിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു, നിങ്ങൾ എന്തുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ജോലി എന്ന് പറഞ്ഞു വിട്ടു, നിങ്ങൾ എങ്ങനെ ബിസിനസ്സിൽ പൊളിഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് യാതൊരു റെഫറൻസും ഇല്ലാത്ത രീതിയിൽ ഈ ടെക്നോളജി നിങ്ങളുടെ കഴിഞ്ഞ കാലം മുഴുവൻ കുഴിച്ചു മൂടാൻ സഹായിക്കുകയാണെന്ന് ഓർക്കുക സുഹൃത്തുക്കളെ. അപ്പൊ ആർക്കും കടന്നു വന്ന് ഒരു ടീം ഉണ്ടാക്കിയാൽ വരുമാനം ഉണ്ടാകും. നല്ല കമ്പനിയുടെ ഭാഗമായിട്ട് നിന്നാൽ സ്ഥിരമായ ആളുകൾ വാങ്ങും, കാരണം വിലക്കുറവാണ്. അപ്പൊ ആ പണി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഭൂമിയെ കീഴ്പ്പെടുത്തും, ഇന്ത്യയെ കീഴ്പ്പെടുത്തും, കേരളത്തെ കീഴ്പ്പെടുത്തും. വിവരമുള്ളവർ കൂടുതൽ വന്നു തുടങ്ങും, പ്രൊഫഷണൽസ് വരും, അവർക്ക് വരുമാനം കിട്ടിത്തുടങ്ങും. കിട്ടുന്ന വരുമാനം അവർ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കൂടുതൽ ആളുകൾ, കാരണം ഇഷ്ടമല്ലാത്ത സ്ഥലങ്ങളിൽ
അവന്റെ ബിരുദങ്ങൾക്ക് അനുസൃതമല്ലാത്ത ജോലികളിൽ, കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അച്ഛനും അമ്മയെയും എതിർത്ത് വേറെ സ്ഥലങ്ങളിൽ, അച്ഛൻ ഒരു സ്ഥലത്ത്, അമ്മ ഒരു സ്ഥലത്ത്, മക്കൾ വേറെ സ്ഥലത്ത്, മക്കളുടെ മക്കൾ വേറെ സ്ഥലത്ത്, എന്ത് കുടുംബാടോ, എന്ത് ബിസിനസ്സാടോ, എന്ത് ജീവിതമാണോ പണത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു സാഹചര്യത്തെക്കാൾ എത്രയോ മിടുക്കായിട്ട് നാട്ടില് എല്ലാരും കൂടിയിരുന്ന് സുഖകരമായി ജീവിക്കാവുന്ന ഒരു അവസരമാണ് ഏത് റൂറൽ സ്ഥലങ്ങളിലും, ഏത് സാധാരണക്കാരനും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു പടം കാണാം, ഇതെല്ലാം എ ഐ നിർമ്മിച്ചു തന്നാണ്. ഒരു ലോകവുമായിട്ട് ഇദ്ദേഹം നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ താഴെ ഒരു 10,000 ടീം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ വീട്ടിലിരുന്ന് ഒരു ഗ്രാമീണൻ ഇരുന്ന് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ വെറുതെ കുത്തിക്കളിച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ഗ്ലോബൽ മുഴുവൻ, ഒരു ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു മൊബൈൽ ഫോണിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സാറ്റലൈറ്റിനെ പോലെ പവർഫുൾ ആണ് ഇദ്ദേഹം. ഇതാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഏതൊരു സാധാരണക്കാരന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവനൊരു സാറ്റലൈറ്റിനെ പോലെ പവർഫുൾ ആയി. പണ്ട് അതല്ലായിരുന്നു അവസ്ഥ. പണ്ട് കുറച്ച് മാത്രം ടെക്നോളജി കമ്പനികളുടെ കയ്യിലുണ്ടായിരുന്ന വലിയ തരത്തിലുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂളുകൾ ഇന്ന് ഏത് സാധാരണക്കാരന്റെ വിരൽ തുമ്പിൽ എത്തിച്ചു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നത്. അതാണ് വിപ്ലവകരമായ മാറ്റം. ആളുകൾക്ക് ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്ന് തന്നെ ആലോചിച്ച് നോക്കൂ, ഇന്ന് ടെക്നോളജി വന്നു, മീഡിയ വന്നു, ആളുകളുടെ മുഖത്ത് അതേ സമയത്ത് തന്നെ ഒപ്പിയെടുക്കുകയാണ് റിയൽ ടൈമിൽ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പാർട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു, മതങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. അവിടെ അവരുടെ മാത്രം മതത്തിലെ ആളുകൾ പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട്, അവരുടെ പാർട്ടിയിലെ പറഞ്ഞ ആൾക്കാർ മാത്രം വിശ്വസിച്ചുകൊണ്ട്, ആരെങ്കിലും ഏതെങ്കിലും ലീഡർമാർ പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട്. ഇന്ന് ആരെയും അങ്ങനെ പറ്റില്ല. ഇന്ന് പറ്റില്ല. കാരണം ടെക്നോളജി അത്രയും വന്നു. റിയൽ ടൈമിൽ നമ്മുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുന്നു, നമ്മുടെ വിചാരധാരകൾ ഒപ്പിയെടുക്കുന്നു. റിയൽ ടൈമിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നു, ആരാണ് ശരി, ആരാണ് തെറ്റ്. ജനങ്ങൾ ഉടനെ തീരുമാനങ്ങൾ എടുക്കുന്നു. സ്പീഡ് വളരെ പെട്ടെന്ന് സ്പീഡ് കൂടുന്നു, ദൂരങ്ങൾ കുറയുന്നു, മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ക്വിക്കായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് മാറുന്നു. അപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ആളുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്. പണ്ട് 10 കൊല്ലം മുമ്പ് നമുക്ക് 100 പേരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ 100 പേരെ ഒരുമിച്ചിരുത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ 1 കൊല്ലം വേണ്ടിയിരുന്നെങ്കിൽ ഇന്ന് വെറും ദിവസങ്ങൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ 100 കണക്കിന് ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഓൺലി തിങ് എത്തിക്സിലും വാല്യൂസിലും നിൽക്കണം. നമ്മൾ കൂടുതൽ എത്തിക്സും വാല്യൂസും ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആളുകളെ ഇംപ്രസ് ചെയ്യാനല്ല. ആളുകളെ ഇംപ്രസ് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ ഒരു മാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ നശിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ ഈ മാസത്തെ വരുമാനം നേടാൻ വേണ്ടി ആളുകളെ യൂസ് ചെയ്യുന്നതിലല്ല, മറിച്ച് ആളുകളെ സഹായിക്കാൻ വളരെ പെട്ടെന്ന് നമ്മുടെ നല്ല മനസ്സുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ചിന്താധാരകളും വിചാരധാരകളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എ ഐ വന്നോടുകൂടി അതൊരു വലിയ മത്സരമായി മാറി. എ ഐയുമായിട്ട് ഒരു ഭീഷണിയാണോ? അല്ല. എ ഐ എന്ന് പറഞ്ഞ ഒരു ആക്സലറേറ്റർ ആണ്, നിങ്ങളുടെ കൂടെ ഒരു കമ്പാനിയൻ ആണ്, നിങ്ങളുടെ ഒരു സുഹൃത്താണ്. അയാൾ നിങ്ങളെ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരും. അപ്പൊ ലീഡ് ജനറേറ്റ് ചെയ്യാനും സ്ക്രിപ്റ്റ് ചെയ്യാനും ഇംപ്രസീവ് ആയിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഒരു ആശയം കൊടുത്താൽ അവനെ എഴുതി തരും. സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റണ, എനിക്ക് യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞാൽ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കി തരും. എനിക്ക് ഫേസ്ബുക്കിൽ ഇടാനാന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇടാനുള്ള ഉണ്ടാക്കി തരും. എനിക്ക് കുറച്ച് ആളുകളോട് കണക്ട് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻ അതിന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു തരും. അതിന്റെ ഉള്ളിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത സ്റ്റെപ്പാണ്. എനിക്കിത് മനസ്സിലായില്ല, ഒന്നും കൂടി മനുഷ്യന് മനസ്സിലാവുന്ന 4ാം ക്ലാസ്സുകാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ അയാൾ 4ാം ക്ലാസ്സിന് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരും. അതല്ല, നമ്മൾ പറയണം ഒരു PhD കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാമോ, അയാൾ PhD കാരന് വേണ്ടി പറഞ്ഞു തരാം. അത്ര ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി തരാം. ചുരുക്കത്തിൽ കഠിനാധ്വാനം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ, നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ മുഴുവൻ, നിങ്ങളുടെ ഒരു തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായിയായി മാറാൻ പോകുന്നത് നിങ്ങളുടെ അപ്ലൈൻ ആയിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ കൂടെയുള്ള AI ആയിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു യൂട്യൂബ് വീഡിയോ ഈ അടുത്ത കാലത്ത് ഇട്ടിരുന്നു. നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ AI നിങ്ങളെ അപ്ലൈൻ ആക്കി. നിങ്ങൾ എന്ത് ചെയ്യണം? AI പറയണം, എന്നെ ഒരു അപ്ലൈൻ എന്നുള്ള പോലെ എന്നെ ഗൈഡ് ചെയ്യൂ. എന്റെ അടുത്ത ടൈഗർ പ്രോഗ്രാം ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ്. എങ്ങനെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു 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 അശരണത്വം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. കാരണം ഇവിടെ മിനിമം സ്കിൽസ് മതി സുഹൃത്തുക്കളെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരിക്കലും ഒരു ഹാർഡ് സ്കിൽസ് വേണ്ട, വളരെ സോഫ്റ്റ് സ്കിൽസ്, വളരെ വളരെ മിനിമം സ്കില്ലുകൾ വെച്ചുകൊണ്ട്, ഒട്ടും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വെറും മിനിമം സ്കില്ലുകൾ വെച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന് അസാധാരണമായ ജീവിതം ഉറ്റുനോക്കാൻ കഴിയുന്ന, മരണം വരെ പ്രതീക്ഷയുടെ ലോകത്ത് നിൽക്കാൻ കഴിയുന്ന ഏക ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് ഈ AI വരവോടുകൂടി കൂടുതൽ കൂടുതൽ മികച്ചതയായി മാറുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. മനസ്സിലായി. ഇപ്പൊ AI ഇവിടെ നോക്കൂ, AI കൂടെ നിൽക്കുകയാണ് ഒരു കൂട്ടുകാരനെ പോലെ. AI ഒരു ഭീഷണിയാണോ നോക്കൂ, ഇയാളുടെ കൂടെ നിൽക്കുകയാണ് AI. ഇവയൊക്കെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു കൊടുക്കുകയാണ് കംപ്ലീറ്റ്. അപ്പൊ ഇയാൾ നമ്മുടെ ശത്രുവല്ല, അയാൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ വലിയൊരു ടീമിനെ ഡെലിവർ ചെയ്യാം. ഇപ്പൊ ഡിജിറ്റൽ ടൂൾസ് ലൈക്ക് സൂം,
ഇന്നിപ്പോ എന്താ ആയിരക്കണക്കിന് ആൾക്കാർ ട്രെയിൻ ചെയ്യാൻ ഒരു സൂമിൽ പറ്റും. അതുപോലെ തന്നെ പേഴ്സണലൈസ് ആയിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷനും ഫോളോ അപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മളെ അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അലാറം വെക്കാം, നമ്മളെ മനസ്സിലാക്കി നമ്മളെ എണീപ്പിക്കുവാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ IMC ബിസിനസ് ആണെങ്കിലും ഇന്ന് 30 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 18 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത പോലെയല്ല. ഇന്ന് കടന്നു വരുന്ന ഒരാൾക്ക് വിനോദ് നമ്പൂതിരി 30 കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഇന്ന് കടന്നു വരുന്ന ആൾക്ക് വെറും 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കാരണം വിനോദ് നമ്പൂതിരി പണിയെടുത്ത സമയം ഇൻഡസ്ട്രിയൽ ഏജ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇൻഫർമേഷൻ ഏജ് വന്നെങ്കിൽ വളരെ പതുക്കെയാണ് അതിന്റെ ഇമ്പാക്ട് വന്നത്. കാലാകാലത്തുള്ള ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് അംബാസഡർ കാറിൽ കയറിയാൽ മാത്രമേ, പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അംബാസഡർ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും ഓടിക്കാം. ഞാൻ ഇന്ന് വരെ അംബാസഡർ ഓടിച്ചിട്ടില്ല. ഞാൻ മാരുതി കാറുള്ള മാരുതി ഉള്ള സ്ഥലത്ത് പോയി അന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതിൽ ഒരു അംബാസഡർ ഓടിച്ചാലേ എല്ലാം പഠിക്കും. വേണ്ട, നിന്റെ കയ്യിൽ അംബാസഡറേ ഉള്ളൂ, അതല്ലേ നീ അത് പറയാൻ കാരണം എന്ന് ഞാൻ അവരോട് ചോദിച്ചു. സത്യമായിരുന്നു അത്. അയാൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഒരു അംബാസഡർ വെച്ചുകൊണ്ട് നടന്നിരുന്നത്. ഞാൻ മാരുതി ഉള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഞാൻ മാരുതി ഓടിച്ചു പഠിച്ചു. ഞാൻ വളരെ നന്നായിട്ട് തന്നെ ഓടിച്ചു. ഞാൻ മാരുതി കാർ വാങ്ങിക്കുകയും ചെയ്തു. എനിക്ക് അംബാസഡർ വാങ്ങിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കാനേ പാടില്ല. ഇന്ന് പുതിയ ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോടുകൂടി കടന്നു വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കടന്നു വരാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ക്രീസിൽ നിന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഇതൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ഒരാൾ ഇരുന്നിട്ട് ആളുകളുമായിട്ടൊക്കെ ഇത്ര ആളുകൾ ഒറ്റയടിക്ക് ആയിരക്കണക്കിന് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള സങ്കേതങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഇപ്പൊ ജോലികൾ പോവുക എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങളുടെ സാമ്പത്തികം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നവർ. അതായത് നിങ്ങളുടെ ജോലി പോകുമോ? ജോലി തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി ഒരു AI കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെറും ടെക്നിക്കൽ ജോലിയാണെങ്കിൽ, നിങ്ങളുടെ ഒരു തല അതിനകത്ത് ഇടാതെ വെറുതെ മാർക്ക് ചെയ്യുന്ന പണിയും നിങ്ങൾ ഫയൽ മാറ്റി വെക്കണ പണിയും ഒക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ജോലികളിൽ നിന്ന് പോലും നിങ്ങൾ ഇല്ലാണ്ടായി പോകുന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെയാണ് ആളുകൾ നശിക്കുന്നത്. ക്രിയേറ്റീവ് ടൈം മുഴുവൻ നല്ല ബോധവും ബുദ്ധിയുള്ള ആളുകൾ ഗവൺമെന്റ് സർവീസുകളിൽ വന്നിരുന്ന് പിന്നെ വെറും കോല് പിടിച്ചും രാഷ്ട്രീയം കളിച്ചും വെറും നശിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരെ വെറുതെ അടിച്ചു കയറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്ര ദുഷിച്ച ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ജോലികൾ നഷ്ടപ്പെടും, അനാവശ്യമായിട്ടുള്ള ജോലികൾ നഷ്ടപ്പെടും. ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് സത്യത്തില് ഒരാൾ ചെയ്യേണ്ട പണി ഒരൊറ്റ ആൾക്ക് കംപ്ലീറ്റ് ചെയ്തു തീർക്കാവുന്ന ഒരു വർക്ക് പോലും 20-25 ആൾക്കാരെ കൊണ്ടാണ് അവിടെ സെക്രട്ടേറിയറ്റിൽ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. ഒരു കോർപ്പറേറ്റിലാണെങ്കിൽ അയാൾ ഒരാളെ കൊണ്ട് നിർവഹിക്കും, മറ്റത് 25-30 പേരെ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ആർക്കാ ഛേദം? കാട്ടിലെ തടി തേവരുടെ ആന, വലിച്ചോ വലിയടാ വലി, ഇത് തന്നെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതം തന്നെ മുരടിച്ച് മുഷിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന് AI നമ്മളെ കരകയറ്റും. ഇനി കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ഹോബി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഹോബി ഡ്രിവൺ ആയിട്ടുള്ള ഒരുപാട് വരുമാനങ്ങൾ ആളുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ആളുകൾ മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ കൂടുതൽ പഠിക്കുന്നു, അതിനെ AI ഉപയോഗിക്കുന്നു, അതിന് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ സമൂഹത്തിന് ഗുണകരമാവും. അല്ലാതെ ഒരു പാലം വരുമ്പോ വഞ്ചിക്കാരന്റെ ജോലി നഷ്ടപ്പെടുന്ന രീതി പാലം വരാണ്ടിരിക്കലല്ല വികസനം എന്ന് പറയുന്നത്. വഞ്ചിക്കാരന്റെ പണി പോകുമല്ലോ, അത് കാരണം നമുക്ക് പാലം വേണ്ട എന്ന് പറയുന്ന അല്ല വികസനം. ആ വഞ്ചിക്കാരനെ പാലം പണിതതിനു ശേഷം കൂടുതൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് വേണ്ടത്. വലയെന്ന് മാത്രം, അതായത് കുറെ പേര് ചൂണ്ടയെടുത്ത് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. 5 പേര് ചൂണ്ടയിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരാൾ വലയും കൊണ്ടുവന്ന ഒരൊറ്റ വീശല്, ആ വലയിൽ എല്ലാ മീനും കിട്ടി. അപ്പൊ ചൂണ്ടക്കാരുടെ ജോലി പോയി. പക്ഷെ എന്താ ഗുണം? അല്ലെങ്കിൽ ആ ആൾക്കാർ മുഴുവൻ ചാവണ വരെ മീൻപിടുത്തം മാത്രമേ ചെയ്യുള്ളൂ. ആ ഒരു വല ഒരാൾ ചെയ്യുമ്പോൾ ആ ഒരൊറ്റ വലക്കാരനെ കൊണ്ട് ആ നാട്ടിലെ എല്ലാ മീൻകാരും ഉൾപ്പെടെ ഉള്ളവരുടെ വീട്ടിലേക്കുള്ള ആ ഒറ്റ വലക്കാരനെ കൊണ്ട് പറ്റും. അപ്പൊ ബാക്കി 5 പേർക്ക് ജോലി ഫ്രീ ആയി. ഈ 5 പേർക്കും ആ നാടിന് ആവശ്യമുള്ള മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ആ നാട് വെറും മറ്റേ മീൻ പിടിച്ചോണ്ടിരിക്കുന്ന ആളുകൾ മാത്രമായി, ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്ന പ്രാകൃത മനുഷ്യർ മാത്രമായിട്ട് ഇരിക്കും അവിടെ. അതിനല്ല വികസനം എന്ന് പറയുന്നത്. അതല്ല സോഷ്യലിസം, അതല്ല കമ്മ്യൂണിസം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റം ഫാസ്റ്റ് ആക്കുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വളരെയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമിയിലാണ്. എന്താ ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര വേണമെങ്കിലും സമ്പത്ത് കൂട്ടാൻ പറ്റുന്ന സാഹചര്യമാണ്. ഒരാൾക്ക് എത്ര വേണമെങ്കിലും സമ്പത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി. സോഷ്യലിസ്റ്റിക് ഇക്കോണമി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് കാശ് മുഴുവൻ ഉണ്ടാക്കുക, എന്നിട്ട് അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിതരണം ചെയ്യാന്നുള്ളതാണ് ആശയം. പക്ഷെ സാധിക്കില്ല. അങ്ങനെയല്ല ലോകക്രമം. അതുകൊണ്ടാണ് അത് ഇല്ലാതായി മാറുന്നത്. അതൊരു ആശയമാണത്. പണിയെടുക്കുന്നവനും പണിയെടുക്കാത്തവനും എല്ലാത്തിനും ഒരുപോലെ വരുമാനം കൊടുക്കാൻ പറ്റും സ്റ്റേറ്റിൽ നിന്ന്. അങ്ങനെ കുറെ പേര് മടിയന്മാരാവും. എന്തെങ്കിലും ആവട്ടെ, എന്നാലും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നു, എല്ലാവരും ഒരേ കഴിവല്ലല്ലോ എന്നുള്ളതാണ് കണ്ടീഷൻ. സ്റ്റേറ്റ് എല്ലാം കൈയാളുന്നു, ആളുകൾക്ക് കൊടുക്കുന്നു. സത്യത്തിൽ ഈ രണ്ടിന്റെയും കോമ്പിനേഷനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ്?
ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി, ആളുകൾക്ക് മുഴുവൻ പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ തന്നെ ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകൃതമായി പോകേണ്ട പണം ആളുകളിലേക്ക് വീതം വെച്ച് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഒരേ അവസരം. PhD കാരനും 1ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഒരേപോലെ കടന്നു വന്ന ആളുകളെ കണക്ട് ചെയ്തു പോകുന്ന, കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ, റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ നല്ലതാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ AI ഡ്രിവൺ ജോബ് ലോസുകളെ, ജോലി പോട്ടെ, ജോലി പോകണം, അനാവശ്യമായിട്ടുള്ള ജോലികൾ ഉണ്ടാവരുത്, സമൂഹത്തിനും കേടാ, അയാൾക്കും കേടാ, ലോകത്തിന് എല്ലാവർക്കും കേടാ, അഴിമതികൾ ഉണ്ടാവരുത്, പുറകുവശത്തുള്ള എൻട്രികൾ ഉണ്ടാവരുത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ വിഭവശേഷി മുഴുവൻ, കർമ്മശേഷി മുഴുവൻ കൂടുതൽ മികച്ച കാര്യങ്ങളിലേക്ക് വ്യാപരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഴുവൻ വളർച്ച ഉണ്ടാകുന്ന രീതിയിൽ, ലോകത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ആളുകളുടെ കർമ്മശേഷിയും ക്രിയാശേഷിയും വികസിപ്പിക്കാനും അവരവർക്ക് ഇഷ്ടമുള്ള പാഷനുള്ള സ്ഥലങ്ങളിൽ AI ഉപയോഗിച്ചുകൊണ്ട് വളരാനുമുള്ള സാഹചര്യമാണ് ഇന്നിപ്പോ ഈ മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു പാഷനേറ്റ് ആണ് നിങ്ങളെങ്കിൽ, ഇന്നും നമുക്ക് പൈസ കിട്ടാതെ തന്നെ ഇതിനെ സ്നേഹിച്ച് കൂടെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം എന്നും അവന് മരണം വരെ പ്രതീക്ഷകളുടെ ലോകത്തിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണോ? പലരും പറയാറുണ്ട്, എന്ത് കിട്ടി, പ്രതീക്ഷ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് അവന് പ്രതീക്ഷയ്ക്ക് പോലും വകുപ്പില്ല. ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഇനി അടുത്ത 500 കൊല്ലം ഇരുന്നാലും അവന് ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അവന് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ലെന്ന് അവനറിയാം. ഗതികേടുകളുടെ മീറ്റിങ്ങുകളിൽ നിന്നും, ഗതികേടുകളുള്ള സംഘടനകളിൽ നിന്നും, ഗതികെട്ട വീടുകളിൽ നിന്നും, ഗതികെട്ട ബന്ധങ്ങളിൽ നിന്നും ആളുകൾക്ക് പുറത്തു കിടക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് AI കൊണ്ടുവരുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നത്. ഒരു ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റം വഴി നിങ്ങൾക്ക് ജീവിക്കാനുള്ള, അല്ലാണ്ട് ഇവിടെ കോടീശ്വരന്മാരെ ലക്ഷാധിപതികളും റോൾസ് റോയ്സ് ഓടിക്കാനും ബെൻസ് ഓടിക്കാനും മാത്രമുള്ള മിടുക്കന്മാരെന്നല്ല ഉദ്ദേശിക്കേണ്ടത്. നമ്മുടേതായിട്ടുള്ള ഒരു ലോകം നമുക്ക് ചുറ്റും തുന്നിക്കെട്ടാൻ, നിങ്ങളുടെ നാട്ടിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം ഇരുന്നുകൊണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട്, അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും പഠിച്ച സ്കൂളിലെയും കൂട്ടുകാരുടെയും ഒക്കെ ഒപ്പം ഇരുന്നു കൊണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്നു കൊണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് AI വരുന്നതോട് കൂടുതൽ എളുപ്പമാകുകയാണ് ചെയ്യുന്നത്. ഓടി രക്ഷപ്പെടാതിരിക്കുക, ഇത് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്റ്റേബിൾ കൺസ്യൂമർ നെറ്റ്വർക്ക്, വെറും 100-150 പേരുടെ നെറ്റ്വർക്ക് വരുമ്പോഴേക്കും ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വരുമാനം കിട്ടുന്ന ഒരേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുള്ളൂ. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടുകയും അതേസമയം കസ്റ്റമറിന് ഏറ്റവും വില കുറവിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. മനസ്സിലാക്കുക. ഇങ്ങനെ 1000 ഓപ്പർച്യൂണിറ്റി ഒന്നും കിടപ്പില്ല. കിടപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ്. കോംപ്രമൈസ്ഡ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമേ എനിക്കില്ല. കാരണം ഏത് നല്ലൊരു ഉൽപ്പന്നവും നല്ല പ്രൊഡക്റ്റും സർവീസും ഉണ്ടെങ്കിൽ, നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിക്ക് വേണ്ടി ചെയ്തുകൂടെ? 100-150 ആളുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല വരുമാനം കിട്ടുമെങ്കിൽ, ലൈഫായിട്ടുള്ള അതിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, അടുത്ത തലമുറകളിലേക്ക് അത് കൈമാറാൻ കഴിയുന്ന ഇമ്പാക്ട് അതിനുണ്ടെങ്കിൽ, വാല്യൂ സിസ്റ്റം ഉള്ള ഒരു കമ്പനിയാണെന്നുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലാനുകൾ മാറ്റാത്തൊരു കമ്പനി, വാല്യൂ സിസ്റ്റം ഉള്ള ഒരു കമ്പനി, ഓരോ നിമിഷങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കമ്പനി, അങ്ങനെ കിട്ടുമ്പോ നമുക്കൊരു വലിയ സെക്യൂരിറ്റി ആണത്. വെറും പൈസ മാത്രമല്ല, ഒരു വലിയ സെക്യൂരിറ്റി ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ടെക്നോളജി ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഫാമിലി ഇരുന്ന് ബീച്ചിലിരുന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അവർക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് സ്കെയിലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ്, കുറച്ച് മുമ്പ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു, ചെറായി പോണതിന് മുമ്പുള്ള, ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു, ഞങ്ങൾ ചെറായിലാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തും ചെറായിലായിരുന്നു, അവിടുന്ന് ഓടി വന്നു, ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ ലോകത്താണ്, നമുക്ക് എല്ലാ സിനിമകളും കാണാൻ കഴിയുന്നു, ഇഷ്ടമുള്ള സിനിമകൾ കാണുന്നു, അത് ആദ്യത്തെ ഷോ തന്നെ കാണാൻ കഴിയുന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, കാരണം എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇത് മുഴുവൻ വരുന്നത്. അതുകൊണ്ട് കോടീശ്വരനാവുക മാത്രമല്ല, നമ്മുടേതായിട്ടുള്ള ലോകത്ത് നമുക്ക് ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ കോടികളുടെ വർത്താണ്. അപ്പൊ എന്താ വേണ്ടത്? ലെറ്റ്സ് ബിൽഡ് ദ ഫ്യൂച്ചർ ടുഗദർ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഒരു ഭാവി നമുക്ക് കണ്ടെത്താം. നമുക്കൊരു വിഷൻ ഉണ്ടാവണം, ഒരു മിഷൻ ഉണ്ടാവണം. ഒരു കാശിന് വേണ്ടി ഓടി നടക്കുക എന്നുള്ളതല്ല, പരിഭ്രാന്തി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലല്ല, തെണ്ടി നടക്കലല്ല, ജീവിക്കാൻ തുടങ്ങുക എന്നുള്ളത്. ജീവിതം എങ്ങനെയാണ്? നമുക്ക് ഈ ജീവിതത്തിൽ അർത്ഥമുണ്ടാവണം. നമ്മൾ ചെയ്യുന്നതിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാവണം. എന്താണ് സദ്ഗുരുവിന്റെ ഒരു വാക്കുകൾ കടമെടുത്താൽ, പ്രൊഫൗണ്ട്നെസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഇമ്പാക്ട് ഓൺ അതേഴ്സ് എന്ന് പറയാം. അതായത് നമ്മൾ ജീവിതത്തെ ആക്സസ് ചെയ്യുന്നതിന്റെ ആ ഒരു സംതൃപ്തി നമുക്ക് വേണം. നമ്മൾ ജീവിതത്തെ പ്രാപിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൂരവ്യാപകമായ ഫലങ്ങളും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയ ആദർശത്തിന്റെ പിൻബലവും ഉണ്ടെങ്കിൽ, ഇന്ന് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച 2 കാര്യങ്ങളാണ് ആരോഗ്യവും സ്വാതന്ത്ര്യവും സാമ്പത്തികവും. ആണോ അല്ലയോ? ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സംഭാവന ചെയ്യാവുന്ന 3 കാര്യങ്ങളാണ് ആരോഗ്യം, സ്വാതന്ത്ര്യം, അവന്റെ സാമ്പത്തിക സ്ഥിതി. ഇതിൽ 3ലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എങ്ങനെയാ പോകേണ്ടത്? ആളുകളുടെ ഇടയിലേക്ക് സംസാരിക്കാനായിട്ട് പോകേണ്ടത്. നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് കരുതുന്നത്? ഒരു കൺസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയോ വലിയ അനുഗ്രഹമാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നത്? ഒന്ന്,
അവന് ആരോഗ്യം, ആയുസ്, ഊർജം, ഓജസ്, തേജസ്, ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആണ്. ഓരോ ദിവസവുമാണ് ഒരു ജീവിതത്തിന്റെ ഒരു 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 കഷണമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു ബുക്കാണ് ലൈഫെങ്കിൽ ഒരു പേജ് എന്ന് പറയുന്ന ഒരു ദിവസമാണ്. ആ ഒരു ദിവസം എത്ര പ്രചണ്ഡമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. ആർ വി ഫുൾഫില്ലിങ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ പർപ്പസിലേക്ക് ഒരു ചെറിയ കണികയെങ്കിലും ഇന്ന് തീർക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ നിൽക്കുന്നത്, അങ്ങനെ ഒരു കമ്പനിയിൽ ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരാളോട് സംസാരിച്ച് അയാൾ ഒരു തുളസിയുടെ ഒരു ഒരു വെള്ളമെങ്കിലും സ്പർശിച്ചാൽ ഒരു ഡ്രോപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി ഞാൻ കൊടുക്കുന്നു, ഒരു ഡ്രോപ്പ് ഓഫ് ലൈഫാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഒരു ഡ്രോപ്പ്, അത് വെറും ഒരു തുളസി വെള്ളമല്ല, അത് വെറും 5 രൂപയല്ല, ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ഒരു തുള്ളി, ഒരു സാമ്പത്തിക ഭദ്രതയുടെ ഒരു തുള്ളി, ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുള്ളി, ഒരു ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഒരു തുള്ളി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം അയാളുടെ ജീവിതത്തിലേക്ക്. അപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ സാറെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് ആകെ ജീവിതം വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. മേ ബി എനിക്ക് ഒരു 7,000 ദിവസം 8,000 ദിവസം ഇനി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിനോദ് നമ്പൂതിരി 53 വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത ഒരു 20 കൊല്ലം ഉണ്ടാവും വിചാരിക്കുക, അല്ലെങ്കിൽ 30 കൊല്ലം ഉണ്ടാവും വിചാരിക്കുക. ഇറ്റ് ഈസ് സ്റ്റിൽ ലെസ് ദാൻ 10,000 ഡേയ്സ്. ഞാൻ എന്താ ഈ ലോകം മുഴുവൻ മാറ്റാൻ പോകണം? അല്ല. എല്ലാ ദിവസവും നമ്മൾ കടൽക്കരയിൽ എക്സർസൈസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു മീനിനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പോകുന്ന ആളെ പോലെയാണ്. അതായത് അയാളോട് ചോദിച്ചു, തൊട്ടടുത്ത് ബലൂൺ വിറ്റോണ്ടിരുന്ന ആള് പറഞ്ഞു, സാറേ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്, ഇത്രയും മീനുകൾ ഇവിടെ കിടന്ന് പെടയുണ്ട്, സാറ് ഒരു മീൻ മാത്രം ഈ കടലിലേക്ക് ഇട്ടിട്ട് സാറിന് എന്ത് ഗുണം ഉണ്ടാവണേ, അല്ലെങ്കിൽ ആ മീൻ അല്ലെങ്കിൽ ആ കടലിന് എന്ത് മാറ്റം ഉണ്ടാവണേ, ഈ ലോകത്തിന് എന്ത് മാറ്റം ഉണ്ടാവണം? അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, ലോകത്തിന് മാറ്റം ഉണ്ടാവില്ല, കടലിന് മാറ്റം ഉണ്ടാവില്ല, ആയിരക്കണക്കിന് മീനുകളൊന്ന് പിടയ്ക്കും, നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രദേശം മാറില്ല, ഈ കടൽക്കര മാറില്ല, അതിന്റെ രീതികൾ മാറില്ല, ഒന്നും മാറില്ല. പക്ഷെ മീനിനെ ഞാൻ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട മീനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചത്തുപോകേണ്ട ഒരു ആള് ഇന്നിപ്പോ തിമിർത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ മീനിനെ സംബന്ധിച്ചിടത്തോളം അത് ലൈഫും ഡെത്തും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കി, ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ ഒരൊറ്റ ആക്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 30 ഉണ്ടാവും, 50 ഉണ്ടാവും, 20 പേരുണ്ടാവും. ഡസന്റ് മാറ്റർ. ഒരു സൂം മീറ്റിംഗ് കൊണ്ട്, ഒരു വീഡിയോ കൊണ്ട് ഒരാളെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ 1% പേര് പോലും സ്വന്തം മക്കളെ ടച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വി ഹാവ് ടച്ച്ഡ് മീനിങ് സോ മെനി പീപ്പിൾ ഓൺ എർത്ത്. നമുക്ക് ഇന്ത്യ മുഴുവൻ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, കേരളം മുഴുവൻ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 100 പേരുടെ ജീവിതങ്ങളിൽ അവർക്ക് ഒരു ജീവിതത്തിലേക്ക് ഒരു പർപ്പസ്, ഒരു പ്രതീക്ഷയുടെ ലോകം ഉണ്ടാക്കി കൊടുക്കാനും, അവർക്ക് ജീവിക്കുമ്പോൾ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാനും, അവനൊരു വലിയ ആകാശം കൊടുക്കാനും, അവന് ചിറകുകൾ അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുത്ത് നിന്റെ ചിറകുകൾ അടിച്ച് പറക്കാൻ നിനക്ക് ഒരു ആകാശമുണ്ടെന്ന് പറയുമ്പോൾ അവന്റെ ഓരോ ദിവസവും എക്സൈറ്റിംഗ് ആയി മാറുകയാണ്. മരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം എന്ന് ചോദിച്ചാൽ, ഓ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ജീവിതം എക്സൈറ്റിംഗ് ആണ്, അല്ലാതെ പൈസ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല. ജീവിതത്തിലേക്ക് ജീവിക്കാനായിട്ടുള്ള വലിയൊരു പർപ്പസും, ജീവിതത്തിലേക്ക് നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ഒരു ആദർശവും, ആ ആദർശത്തിന്റെ പിൻപറ്റി ഇന്ന് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന എന്തെല്ലാം? വോക്കൽ ഫോർ ലോക്കൽ, മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ കറൻസിയുടെ ശാക്തീകരണം, രൂപയുടെ ശാക്തീകരണം, നമ്മുടെ സ്വദേശിവൽക്കരണം, നമ്മുടെ ആയുർവേദം, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, സർവീസ് ടാക്സ്, GDP, പെർ ക്യാപിറ്റ ഇൻകം, വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം, സംരംഭകത്വം, ടെക്നോളജിയുടെ വളർച്ച, ടെക്നോളജിയെ ഇൻകോർപ്പറേറ്റ് ചെയ്യല്, പരമാവധി ആളുകളെ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ്. നമ്മളാണ് പരമാവധി ആളുകൾക്ക് ഇമെയിൽ ഉണ്ടാക്കി കൊടുത്തത്, നമ്മളാണ് പലപ്പോഴും ആളുകളെ കൊണ്ട് നമ്മൾ വാട്സപ്പ് പഠിപ്പിച്ചത്, നമ്മളാണ് പലപ്പോഴും മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രി ചെയ്തിരിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. നമ്മൾ കൊടുക്കുന്ന ജീവിതങ്ങളാണ്, പ്രൊഫഷൻ അല്ല. നമ്മൾ ജീവിക്കാനായിട്ടുള്ള രീതിയാണ് കൊടുക്കുന്നത്, ജീവിത രീതിയാണ് കൊടുക്കുന്നത്, അല്ലാതെ ജീവിക്കാനുള്ള ഒരു ഉപാധി അല്ല കൊടുക്കുന്നത്. വെറും ഒരു ജീവനോപാധി എന്നുള്ള രീതിയിൽ 10 കാശുണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, മറിച്ച് ഒരു ജീവിത മാർഗമാണ് കൊടുക്കുന്നത്. നമുക്കൊരു വലിയ ജീവിതത്തിലേക്ക് ആൾക്കാരെ കടത്തിയിരുത്താം, ഇതിന്റെ ആദർശങ്ങൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഒരു കമ്മ്യൂണിറ്റി മൂവ്മെന്റ് ആക്കി മാറ്റാം. നമ്മൾ പരസ്പരം സഹകരിക്കുന്ന, അല്ലെങ്കിൽ ഏകീകൃതമായിട്ട് മുന്നോട്ട് പോകുന്ന ഭാരതീയ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് പുതിയ ഒരു മാനം കൊണ്ടുവരാം. ടെക്നോളജിയുടെ ഒരു പുതിയ മാനം വെസ്റ്റിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ സ്പിരിച്വാലിറ്റിയുടെ, ആത്മീയതയുടെ ഒരു മാനം ഇവിടെ കൊണ്ടുവരാം. കാരണം എന്താ? നമ്മൾ ഒന്നും അല്ലാതായി തീരാണ്. എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ ഇല്ലാതായി മാറുകയാണ്. ഒരു ചരട് പോലെ നമ്മൾ കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഒരു പുഷ്പങ്ങൾ പോലും ഇല്ലാതായി അവസാനം ഒരു മാല മാത്രമായി മാറുന്നു. അതിൽ ഇൻഡിവിജ്വൽ പുഷ്പങ്ങളോ ചരടോ കാണാതാകുന്ന രീതിയിൽ നമ്മൾ ഇല്ലാതാകുന്നു. അങ്ങനെ നമ്മളും പ്രപഞ്ചം ഒന്നായി മാറുന്ന ഒരു വാക്കുകൾ കൊണ്ടല്ലാതെ അത് ശരിക്കും എക്സ്പീരിയൻഷ്യലി മനസ്സിലാക്കാൻ കഴിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണിത്.
മതവും രാഷ്ട്രീയത്തിന്റെ ഒക്കെ ചെറിയ കൂട്ടുകളിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് പരസ്പരം പുലുകി പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ടെക്നോളജി വഴി ഒരു വലിയ ഒരു നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വസുദൈവ കുടുംബകം എന്ന് പറയുന്ന രീതിയിൽ പരംവൈഭവത്തിലേക്ക് രാജ്യത്തെയും സംസ്ഥാനത്തെയും ലോകത്തെയും ഉയർത്താൻ കഴിയുന്ന ഒരു വലിയ അവസരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പൊ ഇവിടെ വേണ്ടത് എന്താണ്? ഞാൻ ശാക്തീകരിക്കപ്പെട്ട ആളാണെന്നുള്ള ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. ഇവിടെ വേണ്ടത് ഇതാണ്. ടൈഗേഴ്സ് ആണ് ഇവിടെ വേണ്ടത്. ടൈഗർ പ്രോഗ്രാമിൽ ഞാൻ പറയാറുണ്ട്, ഐ എം ടഫ്, ഐ എം ഇൻഡിപെൻഡന്റ്, ഐ എം എ ഗോ ഗെറ്റർ, ഐ എം എനർജറ്റിക് ആൻഡ് ഐ എം റിസോഴ്സ്ഫുൾ. ഈ എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഒരാള്, ആ ആത്മവിശ്വാസത്തോടുകൂടി ഒരാളെ നിൽക്കുന്നത് നോക്കൂ ആളുകൾ അഭിമുഖീകരിക്കുന്നത്. ഞാനൊരു ഡിസ്റ്റർബൻസ് അല്ല, ഞാനൊരു വലിയ വരദാനമാണ്. ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ് എന്ന് റോബർട്ട് കിയോസാക്കി വിശേഷിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് മറ്റു പലരും ഭയചകിതരായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പേടിക്കുന്ന അഡ്വക്കേറ്റുമാർ, പേടിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, പേടിക്കുന്ന ഡോക്ടേഴ്സ്, പേടിക്കുന്ന പല സ്ഥലങ്ങളിൽ അവർ ജോലികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉയർന്നു നിന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, സുഹൃത്തെ ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. നിങ്ങൾ മരണം വരെ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കാൻ നിയുക്തരാണ്. നമ്മളെല്ലാവരും ആ വാങ്ങുന്ന രീതി ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ടെൻഷനുകൾ മാറ്റാനായിട്ടുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വെൽനെസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കുകയും പാസീവ് ഇൻകത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ഇൻകം ജനറേറ്റിംഗ് അസറ്റിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു ലീഗസി ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും എന്താണ് ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ് എന്നും എന്താണ് ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ് വഴി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് ഇൻവെസ്റ്റ്മെന്റ് ക്വാഡ്രന്റിൽ നിന്നൊക്കെ മനസ്സിലാക്കിയാൽ വരുന്ന കാലങ്ങളിലുള്ള ഇന്ത്യയുടെ കുതിപ്പിനൊപ്പം കുതിക്കുന്ന ടൈഗേഴ്സ് ആയിട്ട് നമുക്ക് മാറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അതിനുശേഷം ചർച്ചയിലേക്ക് കിടക്കാം. തൽക്കാലം ഞാൻ ഈ ഒരു പ്രസന്റേഷൻ റെക്കോർഡിംഗ് അവസാനിപ്പിക്കാം.